സുഹൈൽ എന്താ പരിപാടി? ചിക്കൻ സുർബിയാനി അല്ലേ? അതിനുള്ള എന്താ പറയുക, ചിക്കൻ പുഴുങ്ങിയെടുക്കണം. സുർബിയാനി പുഴുങ്ങാൻ കാരണം വെച്ചാൽ ചണ്ടിക്കോയ ആയതുകൊണ്ട് അപ്പോൾ പച്ചയിലല്ലേ ദമ്പിടുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടം മറ്റ് സാധാരണ കോഴിക്കോട് ദമ്മാണെങ്കിൽ പച്ച ദമ്പിട്ടാൽ ഇത് കുറവേ കയറും. ഉള്ളി പൊരിച്ച് വാട്ടിയ ഉള്ളിയല്ലേ, നീര് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സുർബിയാനി പുഴുങ്ങിയെടുക്കേണ്ട. ആദ്യം ഒരു ഹാഫ് വേവിൽ പുഴുങ്ങും. ഹാഫ് വേവിൽ ആദ്യം പുഴുങ്ങിയെടുക്കില്ല. സുർബിയാനിക്കുള്ള അരി അത് അരി വെള്ളത്തിലിടാം. അരി ഇതടാ നമ്മൾ ഇന്ത്യ ഗേറ്റ് അല്ലേ? അപ്പോൾ നേരത്തെ ഇടണം. നേരത്തെ ഏകദേശം എത്ര ടൈമാണ് അത് വെള്ളത്തിൽ? 2 മണിക്കൂറൊക്കെ എടുക്കണം. നമ്മൾ അടുപ്പ് സെറ്റാക്കി വരുമ്പോഴത്തേന് ആദ്യം തന്നെ 2 മണിക്കൂർ മുമ്പ് റെഡിയാക്കി അല്ലേ? മഞ്ഞപ്പൊടി, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി. ഇതിപ്പോൾ വെള്ളം ചിക്കൻ പുഴുങ്ങാണ്ട ഓയിൽ ഒന്ന് ഒഴിച്ചാൽ മതി. കല്ലുപ്പല്ലേ? അപ്പോൾ ചിക്കൻ ഇടാ പുഴുങ്ങിയെടുക്കാനുള്ള. അപ്പോടാ അത് ഹാഫ് വേവില് ഒന്ന് പുഴുങ്ങിയെടുത്ത നമ്മൾ 2 ചെമ്പ് മസാല ഇട്ടണല്ലേ? ഓക്കെ. 30 രൂപ. ഇപ്പോൾ മാഗി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പൊ 2 ഇതുപോലെ വട്ടപാത്രത്തിൽ എടുത്തിട്ട് മസാല കൂട്ടിയിട്ട് ഒരേപോലത്തെ അളവിൽ തന്നെ അല്ലേ? ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി കൂടുതൽ വേണ്ടല്ലേ? അറബിക് മസാല അല്ലേ? ഒരു പാക്കറ്റ് ഒരു ചെമ്പിലേക്ക്, 2 പാക്കറ്റ് ഒരു ചെമ്പിക്ക് അല്ലേ? എത്രയാണ് റൈസ്? 60 കിലോ. 60 കിലോ അല്ലേ? 60 കിലോ ഇറച്ചി 60 കിലോ. അപ്പോൾ 30 അടിച്ചു. 30 അടിക്കുക അല്ലേ? മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല കുറച്ചിട്ടാ. സുർബിയാനിക്ക് കുറച്ച് ബിരിയാണി മസാല, കുറച്ചല്ലേ? കുറച്ച് മുളക് ചതച്ചതല്ലേ? ഒരു ചെമ്പിലേക്കുള്ള മസാല ഇട്ട് രണ്ടാമത്തെ ചെമ്പിലേക്കുള്ളത് തക്കാളി ജ്യൂസ് അടിച്ചത്, ഉള്ളി ജ്യൂസ് അടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര്, മുസമ്പിയുടെ നീരിട്ട. എന്താ സംഭവം? കുങ്കുമം പൗഡർ അല്ലേ? സൗദിന്ന് അവിടെ കൊടുക്കുന്നത്? പാർട്ടിക്കാർ കൊടുന്നല്ലേ? പൊരിച്ച ഉള്ളി അല്ലേ? ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ചിലവരിടും ചിലവരിടില്ല, നമ്മളിടും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ? ചെപ്പ് മതി. മിക്സ്ഡ്. നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ച ചിക്കൻ ആഡ് ചെയ്യല്ലേ? ചിക്കൻ പുഴുങ്ങിയ വെള്ളം. ചിക്കൻ നേരത്തെ പുഴുങ്ങിയ വെള്ളം തന്നെ ആഡ് ചെയ്തല്ലേ? ദമ്മിടാണല്ലോ. കുറച്ച് പുർത്തുകാലിന്റെ നീര് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കല്ലേ? ഓയില്, നമ്മളെ കുങ്കുമത്തിന്റെ കളർ, മുളക് പൊടി, ഉള്ളി പൊരിച്ചത് ഇനി ആഡ് ചെയ്യണല്ലേ? ഇത് ഉള്ളി പൊരിച്ചത് ഇതിലൊരു മെയിൻ ഘടകമാണ്. തുടക്കത്തിൽ നമ്മൾ അത്യാവശ്യം ആഡ് ചെയ്തല്ല. മെയിൻ ഹൈലൈറ്റ് ഉള്ളി പൊരിച്ചത്. ഉള്ളി പൊരിച്ചത് വേണമല്ലേ? ഉള്ളി പൊരിച്ചതും പുറത്തുകാലും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ മസാല കൂട്ടുന്ന സമയത്ത് 2 പാത്രത്തിലായിട്ട് കൂട്ടുക. അതേപോലെ തന്നെ 2 ചെമ്പിലായിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ടല്ലേ? ഇനി നമ്മൾ റൈസ് സെറ്റാക്കാൻ പോകല്ലേ? നമ്മൾ തുടക്കത്തിൽ ചിക്കൻ പുഴുങ്ങി അതേ വെള്ളം തന്നെ അല്ലേ? എന്നിട്ട് അതിലേക്ക് 6 kg ആഡ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ, കല്ലുപ്പ്, ബുർത്തക്കാലിൻ്റെ നീര്,
റൈസ് അടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഇട്ടാം. സാഫ്രോൺ പൗഡർ അല്ലേ? നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഇട്ടാ. സുഹൈലേ, എന്തായി? ഇതാ അവസാന ഘട്ടത്തിലേക്ക് റൈസ് മാറ്റിയിടൽ തുടങ്ങിയല്ലേ? നമ്മൾ 2 ചെമ്പിലായിട്ട് 30-30 അല്ലേ? ഇതാ കോയതാ അങ്ങോട്ട് മാറ്റുന്നുണ്ട്, സുഹൈൽ ഇത് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. രണ്ടും ഒരേ സമയത്ത് തന്നെ ദമ്മിടാല. ഇതെന്താ സംഭവം? മുസമ്പിൻ്റെ തോട്. മുസമ്പിയുടെ തോട് തോടല്ലേ? ക്യാപ്സിക്കം, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്. ഇതിൻ്റെ ഹൈലൈറ്റ് കളറാണ് സുർബിയാനിയുടെ അല്ലേ? റെഡ് കളർ. അങ്ങനെ സുർബിയാനിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് സൈഡിൽ ഇതാ മൈദ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദമ്മിടാൻ പോവാ അല്ലേ? മസാല എപ്പോഴും പച്ച മസാല അല്ല. അല്ല, മസാല പച്ച മസാല. പക്ഷെ നമ്മൾ കുറച്ച് ഇതാക്കിനെ. ഇത് ഉള്ളിൽ തക്കാളി ഇതില്ലല്ലോ, പച്ചയിലടിക്കണ മാതിരി അടിക്കാൻ പറ്റില്ല. അങ്ങനെ സുർബിയാനിയിൽ ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് സൈഡിൽ മൈദമാവ് പൊട്ടിച്ച് ഇതാ മൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടാനുള്ള പരിപാടിയിലാണ്. ഇനിയാണ് നമ്മുടെ സുർബിയാനി ദമ്മിടാൻ പോകണ്ടല്ലോ. അതിൻ്റെ അടിയിൽ ചിരട്ട മാത്രമായിട്ട് ഇട്ടുള്ളത്. തൊട്ടടുത്ത് അടുപ്പിൽ നിന്ന് കടലെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായല്ല? പൊട്ടിച്ചാ? നമ്മൾ പൊട്ടിച്ച് സംഭവം അടിപൊളി കളർഫുൾ ആയിട്ടുണ്ട്. എന്നാൽ ഇളക്കി ഇങ്ങോട്ട് മറിച്ചാണി നോക്കട്ടെ. ഇങ്ങനെ നമ്മുടെ സുർബിയാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ മുകളിലേക്ക് ആവി വരുന്ന സമയത്ത് അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. നല്ല തിരക്കിയിരുന്നു കേട്ടോ. അപ്പം ലാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കഴിക്കണത്. സുർബിയാനി റൈസൊക്കെ കണ്ടില്ലേ, തണുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തോ. നമുക്ക് കുഴപ്പമില്ല കേട്ടോ, ഫ്ലേവർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും മസാല നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കണ്ട് ഈ ഒരു ചിക്കനിൽ നല്ല അടിപൊളി മസാല ഇട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ആ മസാല അടിപൊളി, ഒരു രക്ഷയില്ല. ഉരുളക്കിഴങ്ങ് സംഭവം അടിപൊളിയായിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കാണാൻ. കൂടുതൽ കാഴ്ചകളും മറ്റു വീഡിയോ കാണാം. ബൈ.